ആണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിൻ്റെ ഡെഫിനേഷൻ അവിടെ തന്നിട്ടുണ്ട്. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദി എലമെൻറ്റ്സ് ഈസ് എ പോയിൻ്റർ ടു ദി സെയിം സ്ട്രക്ചർ. അതായത് ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലെ ഒരു എലമെൻറ്റ്, ഒരു വാരിയബിളോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു എലമെൻറ്റ്, ആ എലമെൻറ്റ് സെയിം സ്ട്രക്ചറിലേക്ക് തന്നെ പോയിൻ്റ് ചെയ്ത് വെക്കും. അതൊരു പോയിൻ്റർ വാരിയബിൾ ആയിരിക്കും, അത് സെയിം സ്ട്രക്ചറിലേക്ക് തന്നെ പോയിൻ്റ് ചെയ്യും. അപ്പം അത്തരം സ്ട്രക്ചറിനെയാണ് നമ്മൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുക. എന്താ പറഞ്ഞത്? ഒരു സ്ട്രക്ചറിലുള്ള എലമെൻറ്റ് സെയിം സ്ട്രക്ചറിലേക്ക് തന്നെ പോയിൻ്റ് ചെയ്ത് വെക്കുന്നു അല്ലേ? ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുക. ഇവിടെ ഒരു ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഫിഗർ 1.12 അതിൽ നോക്കുക. അതിൽ ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്, ഒരു എംപ്ലോയി സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിൽ ഫസ്റ്റ് 22, 11, 30, 15 എന്ന് പറഞ്ഞിട്ട് ഓരോ മാർക്ക് ഓരോ എംപ്ലോയീസിനുണ്ട് അല്ലേ? അതിൽ ഓരോരുത്തർക്കും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. സുനിൽ, പിന്നെ അമൽ, നിഷ, ജിഞ്ചു, ഇങ്ങനെ ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ എല്ലാവരും ഒരു സെയിം സ്ട്രക്ചറിലുള്ള ആൾക്കാരാണ് ആണല്ലോ. എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറിലുള്ള ആൾക്കാരാണ്. ഇനി ഫസ്റ്റത്തെ സുനിൽ എന്ന് പറയുന്ന ആൾ എന്താ ചെയ്തിട്ടുള്ളത്? സുനിലിൻ്റെ അഡ്രസ്സ് വന്നിട്ട് 22 ആണ് അല്ലേ? സുനിലിൻ്റെ ഉള്ളിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് 22 ആണ്. ഈ സുനിൽ എന്താ ചെയ്തിട്ടുള്ളത്? തൊട്ടപ്പുറത്തെ അമലിൻ്റെ അഡ്രസ്സിനെ എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്തിട്ടുണ്ട്, 12നെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അമൽ എന്താ ചെയ്യുന്നത്? തൊട്ടപ്പുറത്തുള്ള നിഷയുടെ അഡ്രസ്സിന് 30 ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 30 നിഷയിലേക്ക് പോയിൻ്റ് ചെയ്യും. നിഷ എന്താ ചെയ്തിട്ടുള്ളത്? ജിഞ്ചുവിൻ്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിഷ എന്താ ചെയ്യുന്നത്? ജിഞ്ചുവിനെ പോയിൻ്റ് ചെയ്യും അല്ലേ? ഇതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഇവിടെ എല്ലാവരും ഒരേ സെയിം സ്ട്രക്ചറിലുള്ള ആൾക്കാരാണ്. ആ സ്ട്രക്ചറിലുള്ള ഒരു എലമെൻറ്റ് ആ സെയിം സ്ട്രക്ചറിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? പോയിൻ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രക്ചറിനെ നമ്മൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ എന്താണ് സ്ട്രക്ചർ, എങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രോഗ്രാം ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ അത്, പിന്നെ ഓരോ സ്ട്രക്ചറിലുള്ള എലമെൻറ്റ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നു, അതൊക്കെ എങ്ങനെയാണ്. പിന്നെ പോയിൻ്റർ നമ്മൾ പഠിച്ചത് അല്ലേ? പോയിൻ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പോയിൻ്റർ വാരിയബിൾസ്, അതുപോലെ തന്നെ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, അതുപോലെ അതിൽ നമ്മൾ കുറച്ച് ഓപ്പറേറ്റേഴ്സ് പഠിച്ചില്ലേ? ആംപർസൻറ്റും സ്റ്റാറും, അതെന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓപ്പറേഷൻസും. ഇപ്പോൾ ഒരു പോയിൻ്റർ വാരിയബിൾ അതിലുള്ള വാല്യൂം അഡ്രസ്സൊക്കെ തന്നിട്ട് അത് പ്ലസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, അതൊക്കെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ വരുന്ന ഭാഗമാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഡെഫിനേഷൻസേ ചോദിക്കാറുള്ളൂ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഫിനിഷായി.